ചെറിയൊരു ഗാർഡനിങ് വീഡിയോ കേട്ടോ. ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഗാർഡനിങ് അല്ല, ചെറിയ രീതിയിൽ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കാണിക്കുന്ന മെയിൻ ഗേറ്റിന് വെളിയിൽ നമ്മുടെ റോഡിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വഴിയിൽ ഒന്ന് ടൈലിടാമെന്ന് വിചാരിച്ചു, കാറ് പോണ വഴിയിൽ. അപ്പോൾ അത് രണ്ട് വശത്ത് ഞാൻ ചെടികൾ നട്ടിട്ടുണ്ട്. മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നു ഇവിടെ ടൈലൊന്നും ഇടണ്ട, ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ടൈലിട്ട് വെക്കണ്ട എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒരു ചെറിയ മഴ പെയ്യുമ്പോഴത്തേക്കും പുല്ല് നന്നായിട്ട് കിളുത്ത് വരും. നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന കാരണം നമുക്ക് അതിനിടയ്ക്ക് പുല്ല് പറിക്കാനൊന്നും ടൈം കിട്ടാറില്ല. അപ്പോൾ മന്ത്ലി ഒരാളെ വെച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഒറീസക്കാരൻ ചേട്ടനാട്ടോ വരുന്നത്. അപ്പം ഒരു ദിവസം റുപ്പീസ് കൊടുത്ത് നമ്മളിങ്ങനെ ഒരു മന്ത്ലി എന്നല്ല, ഒരു 2 വീക്സ് കൂടുമ്പോൾ പറിക്കേണ്ട ഒരു അവസ്ഥ വരും. മഴ പെയ്ത ഉടനെ കാട് പോകും. കാറ് പോയാലും കാട് കിളിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ഏരിയയിൽ ടൈലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞ് ഈ ചെത്തിയൊക്കെ ഉണ്ടല്ലോ, ചെറിയ ഡാഫ് ചെത്തികൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് മാറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറിച്ച് പോട്ടിലോട്ടാക്കി. ഒരു 7 ഉണ്ടായിരുന്നു. അതിൽ ചെറിയതായിട്ടുള്ളത് 2 വീതം ഓരോ പോട്ടിൽ വെച്ച് എല്ലാം പോട്ടിലോട്ട് മാറ്റിയിട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പിടിക്കും, ചെത്തി പെട്ടെന്ന് പിടിക്കും കേട്ടോ. പിന്നെ ഇത് ഈ ചെറിയ ഡ്വാർഫ് ടൈപ്പ് ആയതുകൊണ്ട് അങ്ങ് പൊക്കം വെച്ച് വളരത്തില്ല, പക്ഷെ കുറച്ച് ടൈം എടുക്കും, പക്ഷെ പിടിക്കും, പോവത്തില്ല. പിന്നെ ഈ ഒരു ഏരിയ വീടിൻ്റെ പുറകുവശമാണ്. ഞാൻ എൻ്റെ എല്ലാ കൃഷി പരിപാടികളും, അതായത് തൈ നടുന്നതും വിത്ത് പാകുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. എന്നിട്ട് ഇവിടെ തന്നെ ഷെയ്ഡിൽ വെച്ച് എല്ലാം നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഫ്രണ്ടിൽ കൊണ്ടുവെക്കത്തുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഒരു ഗാർഡനിങ് പരീക്ഷണ ഏരിയ ആണ് ഈ പുറകുവശത്ത്, വീടിൻ്റെ പുറകുവശത്ത്. അപ്പോൾ ഇവിടെ കുറേ ചെടികൾ, ലീഫ് പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. ഒരു ചെറിയ കര ലീഫ് പ്ലാന്റ് ഉണ്ട്, അത് ടൈലിനിടയ്ക്ക് വളർന്നു, അതിനെ പറിച്ച് ആക്കിയേക്കണതാണ് പോട്ടിൽ. അതിൽ നമ്മുടെ റിബൺ ഗ്രാസ് ഒക്കെ വെയിലത്തിരുന്ന് അതിനെയൊക്കെ നെട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ കുറേ റോസ് പ്ലാന്റ്സ് ഒക്കെ അതായത് നന്നായിട്ട് ഈ ഒരു തരം ബഗ് കയറി പോയായിരുന്നു. ഞാൻ അതിനൊക്കെ പ്രൂൺ ചെയ്ത് ഫംഗിസൈഡൊക്കെ അപ്ലൈ ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പോൾ ഇലയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് പിടിച്ചതിന് ശേഷം വീണ്ടും ഫ്രണ്ടിലോട്ട് മാറ്റണം. നല്ല പൂക്കളുണ്ടാകുന്ന റോസ് ഫ്ലവേഴ്സ് 2-3 പോയിട്ടോ. അതുപോലെ ബോഗൻവില്ലയുടെ കഴിഞ്ഞ ദിവസം കമ്പൊക്കെ വെട്ടിയതൊക്കെ ഞാൻ ഇവിടെയാണ് കൊണ്ടുവന്ന് ഒരു പോട്ടിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പിടിക്കുമെന്ന് അറിയത്തില്ല, ഈ ഹൈബ്രിഡ് ഇനത്തിൻ്റെയൊക്കെ പിടിക്കുമെന്ന് അറിയത്തില്ല. നാടനാണെങ്കിൽ പെട്ടെന്ന് വേരൊക്കെ പിടിച്ച് കിട്ടും. എന്നാൽ ഈ ഒരു ഏരിയയിൽ ഞാനിങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്യും. അതുപോലെ കോളീസ് പ്ലാന്റ്സ് നമ്മുടെ ഗപ്പി പോണ്ടിന് ചുറ്റും വെച്ചിട്ടുണ്ട്. കോളീസ് പ്ലാന്റ്സ് കുറച്ച് ഇവിടെ പുറകുവശത്തെ മണ്ണിൽ നട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 വേനൽ മഴയാണ് നമുക്ക് പെയ്തത്. ഈ വേനൽ മഴയിൽ കാട് നന്നായിട്ട് കിളിച്ചു. നമ്മൾ വെള്ളം ഒഴിച്ച് ചെടികളെയൊക്കെ നട്ടുപിടിപ്പിക്കണേ, ചെടികൾക്ക് വലിയ വളർച്ചയില്ല, പക്ഷെ കാട് പെട്ടെന്ന് കയറിയിട്ടോ. ഇപ്പോൾ ചെടികളെക്കാളും നല്ല സൈസിൽ കാട് നിൽക്കുക. അതിൻ്റെ പാഷൻ ഫ്രൂട്ട് ഇവിടെ ഇരുമ്പം പുളിയുണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതൊക്കെ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അമ്പഴത്തേൽ ഞാൻ പ്രൂൺ ചെയ്തായിരുന്നു. ഈ 2 ഫ്രൂട്ട് ഒന്ന് മൂക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്, അത് പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുക. അപ്പോൾ ഇതിൽ കൂടെ ഒന്ന് പറിച്ചെടുക്കണം, മൂത്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വളർന്നോളൂ കേട്ടോ അമ്പഴമൊക്കെ. അതുപോലെ തന്നെ ഓറഞ്ച് ഫ്രൂട്ട് പ്ലാന്റ് ചട്ടിയിൽ നട്ടിട്ടുണ്ട്. അതിൽ നിറയെ പൂക്കളൊക്കെ വരുന്നുണ്ട്. 2 ഫ്രൂട്ടൊക്കെ ഉണ്ട്. പിടിക്കുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ആകാംക്ഷയോടെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ചെടിയാണ് ഈ ഓറഞ്ച് ഫ്രൂട്ട് പ്ലാന്റ്. അതൊന്ന് ഫ്രൂട്ട് ആവാനായിട്ട് ഇത്ര മാസം എടുക്കില്ല, 7-8 മാസം 5-6 മാസം ഏറ്റവും മിനിമം എടുക്കുമെന്ന് തോന്നുന്നു ഓറഞ്ചൊക്കെ ഫ്രൂട്ട് ആവാനായിട്ട്. പിന്നെ വേറെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയിട്ട് കുറേ പോട്ട് എടുത്തിട്ട് ഈ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന കുറച്ച് പോട്ടൊക്കെ മുമ്പേ വാങ്ങിച്ചത്, 1 വർഷം മുമ്പേ വാങ്ങിച്ചില്ല, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ കയ്യിൽ എപ്പോഴും പോട്ട് സ്റ്റോക്ക് ഉണ്ടായിരിക്കും കേട്ടോ. മിക്കവാറും ഒക്കെ ഉണ്ടാകുമായിരിക്കും. ചില സമയത്ത് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു സൈസിലെ പോട്ടിൽ നടന്നു വിചാരിക്കുമ്പോൾ അത് പാത്രം കാണത്തില്ല, ബാക്കി എല്ലാ ടൈപ്പ് പോട്ടും ഉണ്ടാകും. അപ്പോൾ പോട്ടൊക്കെ വാങ്ങി വെച്ചിരുന്നു, 1 വർഷം മുമ്പേ വാങ്ങി വെച്ചിരുന്നു ഈ വെർട്ടിക്കൽ ഗാർഡൻ പോട്ട്. അതൊക്കെ പിള്ളേരെ കൊണ്ട് കുറച്ച് ബോർഡർ ഗ്രാസ് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാനും പിള്ളേരും കൂടെയുള്ള കാർ പോർച്ച് കൊണ്ടുവച്ച് അതൊക്കെ ഒന്ന് ചെയ്ത് പിടിപ്പിക്കുമായിരുന്നു. 2 പോട്ടിൽ ബോർഡർ ഗ്രാസ് നട്ടിട്ടുണ്ടാകും, നല്ല തിക്കായിട്ട് വന്നു. അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് പോട്ടിൽ വെർട്ടിക്കൽ ഗാർഡൻ പോട്ട് ഒരു 10 ഉണ്ടായിരുന്നു. അതിലിപ്പോൾ 1-2 കാണാനില്ല, ബാക്കിയുള്ളതിലൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ പിള്ളേരെ കൊണ്ടാട്ടോ ചെയ്യിപ്പിച്ച് അവർക്കൊരു ഇൻട്രസ്റ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചു. വെക്കേഷനും ആണല്ലോ. അപ്പം മോനെപ്പോൾ
എപ്പോഴും എൻ്റെ കൂടെ കൂടും ഗാർഡനിങ്ങിൻ്റെ എന്ത് വർക്കിലും. മോൾക്ക് ഇപ്പോൾ 10th കാരണം പഠിത്തമൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് എപ്പോഴും ടൈം കിട്ടത്തില്ല. എന്നാലിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവളെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നട്ടുപിടിപ്പിച്ച് അതിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ എന്താ, അതിനൊക്കെ ഒരു വശത്ത് മാറ്റി തണലത്ത് വെച്ചിട്ടുണ്ട്. ഒരാഴ്ച തണലത്ത് വെച്ചിട്ട് എടുത്ത് വെയിലത്തോട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പുറത്തുള്ളിടത്ത് ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞു. ടൈലൊക്കെ ഇട്ടെടുത്ത് ചെടിക്ക് ഹസ്ബൻഡ് വെള്ളം ഒഴിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അതിനിടയ്ക്കൊന്ന് ഞാൻ വേഗം ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിക്കുന്നതെന്ന് വീഡിയോ എടുത്തോന്നേ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇതൊക്കെയാണ് ഒരു ചെറിയ വിശേഷം. അതുപോലെ എൻ്റെ ബാക്കി ചെടികളുടെ വിശേഷമൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ബൈ ബൈ.